അർദ്ധരാത്രിയിലും പുലർച്ചെയും പെൺകുട്ടികൾ പുറത്തിറങ്ങി നടക്കുന്നത് കാണുമ്പോൾ സാധാരണ മലയാളികളൊന്ന് തുറിച്ചു നോക്കും. രാത്രി സമയങ്ങളിൽ ഇവർക്ക് എന്താണ് പരിപാടി എന്നായിരിക്കും മനസ്സിലെ ചിന്ത. ഗ്രാമങ്ങളിൽ മാത്രമല്ല, നഗരങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. എന്നാൽ മെട്രോ നഗരമായ കൊച്ചിയിലെ അവസ്ഥ എന്താണ്? പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കൊച്ചി സുരക്ഷിതമാണോ? കഴിഞ്ഞ രാത്രി കലൂരിൽ 2 യുവതികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം കൊച്ചിയിലെ രാത്രികാല ഭീകരതയാണ് തുറന്നുകാട്ടുന്നത്. അശ്ലീല കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിന് പെൺകുട്ടികളെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾ അറസ്റ്റിലായി. മുഖ്യപ്രതി അക്ബർ അലിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പുലർച്ചെ 4:30 ചക്കാലപ്പാടം റോഡിൽ ചായ കുടിക്കാനെത്തിയ പെൺകുട്ടികൾക്ക് നേരെയായിരുന്നു ആക്രമണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇടവഴിയിലൂടെ നടന്നു നീങ്ങിയ പെൺകുട്ടികളെയാണ് സംഘം ആക്രമിച്ചത്. മൊബൈലിൽ വീഡിയോ ചിത്രീകരിക്കാനൊരുങ്ങിയ പെൺകുട്ടികളിൽ ഒരാളെ സംഘത്തിലൊരാൾ വയറ്റിൽ ചവിട്ടുകയും മുഖത്തടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. ഫോണും തല്ലിത്തകർത്ത ശേഷം സംഘം മടങ്ങിപ്പോയി. ചക്കാലപ്പാടം റോഡിൽ നിന്ന് വന്ന നടുക്കുന്ന CCTV ദൃശ്യങ്ങളാണിത്. കൊച്ചിയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുന്ന പരാതിക്കാരിയും സുഹൃത്തും പുലർച്ചെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് 4:30 അടുത്തുള്ള കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. സ്ഥലത്ത് നേരത്തെ തമ്പടിച്ച സ്ത്രീകളടങ്ങുന്ന 8-അംഗ സംഘത്തിൽ ഒരാൾ പരാതിക്കാരിയുടെ സുഹൃത്തിനെ അശ്ലീലാംഗ്യം കാണിച്ചു. അത് ചോദ്യം ചെയ്തതോടെയാണ് വാക്കുതർക്കമായത്. പെൺകുട്ടികൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. പ്രതികൾ പിന്നാലെ കൂടി. അടുത്തു വന്നതോടെ പരാതിക്കാരി മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പിന്നാലെ മർദ്ദനം. ആശുപത്രിയിലെത്തി ചികിത്സ തേടിയ പെൺകുട്ടികൾ പോലീസിനെ വിളിച്ചു. നോർത്ത് കസബ സ്റ്റേഷനിൽ നിന്നും അന്വേഷിക്കാനെത്തിയ സംഘം പെൺകുട്ടികളോട് സദാചാര ചോദ്യം ചോദിച്ചുവെന്നും മോശം രീതിയിൽ പെരുമാറിയെന്നും ആരോപണമുണ്ട്. നമ്മളിത് കഴിഞ്ഞ് ഇത്രയും വലിയൊരു അപകടം ഇതിനകത്ത് ഉണ്ടായിട്ട് പോലും നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോയി. ആദ്യം ഹോസ്പിറ്റലിനകത്ത് ഇവിടെ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിനകത്താണ് പോകുന്നത്. ജനറൽ ഹോസ്പിറ്റലിനകത്ത് എത്തി അവിടെ പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്ത സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് വരുന്നുണ്ടായി. എൻക്വയറി എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൊരു ചോദ്യം എങ്ങനെയാണ്, നിങ്ങൾ എന്തിനാണ് 4 മണിക്ക് ഈ ഒരു 4:30ക്കാണ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത്, 4:30ക്ക് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഈ ഒരു വഴിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട ഡ്രസ്സ് ഈ ഡ്രസ്സാണ് ഇട്ടത്, എങ്ങനെ ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കുട്ടിയോട് ചോദിക്കുക, പിന്നെ ഇങ്ങനെ ചോദിക്കുന്നു വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത്, പിന്നെ 4:30ക്ക് എന്തിനാണ് പോകുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഒരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച. പെൺകുട്ടികളുടെ മൊഴിപ്രകാരമുള്ള കേസിൽ 2 യുവതികളടക്കം 10 പേരെ പ്രതി ചേർക്കും. മർദ്ദനത്തിന് ശേഷം സംഘം ഓടിയകലുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്ത്, മലപ്പുറം സ്വദേശി ആബിൻ സൈമൺ എന്നിവരാണ് ആദ്യം പിടിയിലായത്. 1-ാം പ്രതി കലൂർ ലിബർട്ടി ലൈനിൽ ലോഡ്ജ് നടത്തിപ്പുകാരനായ മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലിയാണ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. അക്ബറിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഇയാളുടെ ഇടപാടുകൾ ദുരൂഹമാണെന്നും പോലീസ്. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള അക്ബർ അലി എന്ന ആളുടെ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിന് തുടർ നടപടികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതും കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ തുടർ നടപടികളായിട്ട് പോവുകയാണ്. മുമ്പ് കേസുള്ള വ്യക്തിയാണ്. ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി ചെയ്യാനുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമുണ്ടായെങ്കിൽ അന്വേഷിക്കാമെന്നും DCP. നിരവധി ഹോസ്റ്റലുകളും PGകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കലൂർ നോർത്ത് മേഖല. പോലീസ് പെട്രോളിംഗും സ്ഥിരമായുള്ള സ്ഥലത്താണ് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.